ആ ഭാസ്കരൻ ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം? അതറിഞ്ഞില്ലായിരുന്നു. എന്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും പണയം വെച്ചിട്ട് 30,000 രൂപ ഞാൻ എടുക്കാറ്. രണ്ടടവാണ്. എന്റെ വണ്ടിയുടെ ടെസ്റ്റ് വന്നു, അടയ്ക്കാൻ പറ്റില്ല. ഞാമാരെല്ലാരും കൂടെ വന്നു വണ്ടി കൊണ്ടുപോയി പോട്ട് എന്നെ ഒരു പരുവത്തിലാക്കിയില്ലേ. അത് ശരി. തന്റെ പ്രശ്നം എന്താണോ? അതെ എടോ, അയൽക്കൂട്ടത്തിൽ നിന്ന് കുറച്ച് ലോൺ എടുത്തായിരുന്നു. എന്നിട്ട് അടയ്ക്കാനായിട്ട് പെണ്ണുങ്ങള് സ്വൈര്യം തരുന്നില്ല. വേറെയും കുറെ ബാധ്യതകൾ ഉണ്ടായിരുന്നേ. പെണ്ണുമ്പുള്ള സ്വൈര്യം തരുവോ? കാശടയ്ക്കണ്ടേ? പണിയില്ലാണ്ടായി പോയി. അത് ശരി. ലാസ്റ്റ് പിന്നെ എന്നാണ് ചേട്ടൻ എന്താണ് സംഭവിച്ചത്? വണ്ടി പോകണ്ട, വണ്ടിയുടെ പോക്കണ്ട. അതുകൊണ്ട് ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോ വണ്ടികള് പുറകെ വന്നിട്ട് ഇരിക്കാൻ പോണത് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടില്ല എന്റെ വണ്ടി അവിടെ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുക. അതാണ് എന്റെ പ്രശ്നം. ആണ്ടിരിക്കുന്നത് മൊത്തം പ്രശ്നമാണ്. മാനസിക പ്രശ്നം. ഈ വണ്ടികളെല്ലാം പുറകെ കൂടി എന്നെ ഇടിക്കാൻ പറ്റുന്ന വരെ എനിക്ക് തോന്നുന്നത്. അതാണ് എന്റെ പ്രശ്നം. കൈക്കൊടുത്താ ഞാൻ ഒന്ന് പോയി കാണാം. ഞാൻ വണ്ടിയും കൊണ്ട് പോകില്ല. ഞാൻ വണ്ടിയും കൊണ്ടൊന്നും പോകില്ല. ഞാൻ വല്ല ഓപ്ഷൻ പിടിച്ച് പോയി. എനിക്ക് പേടിയാണ്. അങ്ങനെ ഒരു പേരുണ്ടല്ലേ? നിങ്ങളിവിടെ ഇരിക്കണം വിശ്വാസികളൊക്കെ കൂടി. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? ഒരു മാളിലും എവിടെ പടിയാത്തും ഒക്കെ അന്വേഷിച്ചു. നീ എവിടെ ഓടി കിടക്കണേണ്? എന്താണിത്? ലോകം മുഴുവൻ അന്വേഷിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ഈ 2 സ്ഥലവും കൂടി അന്വേഷിക്കാനാണ്. ഈ പള്ളിയിൽ പോയി നോക്കിയാൽ മതി. അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ കണ്ടത്. എല്ലാം കൂടി നിരന്നിരിക്കുന്നത്. അവിടുന്ന് എങ്ങനെ ഓടി തോന്നിയാണ്. ഇതെന്താണ് പരിപാടി? 3 കൂടി 3 പേരും കൂടി ആലോചിക്കണേണ. ചേട്ടനെന്താ ഇവിടെ വന്നിരിക്കണ? കുഴി കിടന്നാലും കിടക്കൂല അല്ലേ? തന്നെ അന്വേഷിച്ചൊക്കെ നടക്കണോ? ഞാൻ ഫോണെടുത്തൊക്കെ നോക്കണോ? എല്ലാരും ഉണ്ടല്ലോ, കൂട്ടുകാരും 2 പേരും ഉണ്ടല്ലോ കൂടെ. ജീവിച്ചിരുന്നപ്പോ ഈ പണ്ടാരം സമാധാനം തന്നിട്ടില്ല. ചത്തനെ പോലും സമാധാനം തന്നെ വന്ന് നിൽക്കണ് പണ്ടാരം. ഇത് എപ്പോ സംഭവിച്ച് എപ്പോ എത്തി ഇങ്ങോട്ട്? താനിവിടെ ഇവിടെ നടക്കണേടോ? ഉള്ള കുഴികൾ മുഴുവനും ഞാൻ തപ്പി നടന്നു. താൻ ഏത് കുഴി പോയി കിടക്കണായിരുന്നു? എന്നിട്ട് എണീറ്റ് ഓടി ഇവിടെ വന്നിരുന്ന കൂട്ടുകാരെ കണ്ടപ്പോ പോന്നതാണോ? ഞാനിവിടെ എല്ലാവരും അന്വേഷിച്ച് കിടക്കണായിരുന്നു. ഒറ്റെണ്ണത്തിനെ കാണാനില്ല. എല്ലാം 4 വട്ടത്തൊന്ന് ഓടി ഇവിടെ വന്ന് കൂടിയൊക്കെയാണ്. ഇനി കള്ളു കുടിക്കാനാണ് എന്തിനാണെന്നാവോ? ഇനി എന്ത് ഗൂഢാലോചനയൊക്കെയാണ് ഇരിക്കണേന്നാവോ? 3 കൂടി കുഴിയിലും കിടക്കൂല, പറമ്പിലും നിൽക്കൂല, റോട്ടിലും നിൽക്കൂല, ഒരു സ്ഥലത്തും നിൽക്കൂല. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോയി അന്വേഷിക്കാനായി ഇതിനൊക്കെ? നീ ആരടി ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട്? മാവിന്റെ കൊമ്പില് തൂങ്ങിച്ചൊക്കെ മറിയടി. നീ മാവെപ്പോ കയറിയടി? ഞാൻ ഇവരെല്ലാം 8 മണിയാവുമ്പോ അവനവന്റെ കുഴിയിൽ കണ്ടോളണം കേട്ടാ. അതെ, ഇവരെ എല്ലാം കൂടി കാലിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കല്ലേ. പിന്നെ ഇപ്പൊ ഇവർക്കല്ലേ ഭരണം മുഴുവനും. എന്ത് ചെയ്യും? താനെങ്ങനെയാണ് ചത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ 35,000 രൂപ പലിശയ്ക്ക് മേടിച്ചില്ലേ, അത് അടയ്ക്കാൻ പറ്റില്ലായിരുന്നു. അത് അവര് 3-4 കൊണ്ടുകൂടെ വന്ന് അടി ഉണ്ടാക്കി. ഒരുത്തന്റെ അടി എനിക്ക് താൻ ചത്തത് എങ്ങനെയാണ്? എടോ, ആ അയൽക്കൂട്ടത്തിന്റെ കാശ് വാങ്ങിച്ചിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ കൂടി വീട്ടിൽ വന്നിരിക്കുവാണ്. പോണില്ല. പെണ്ണും പിള്ളോട്ട് സമ്മതിക്കുവോ? പെണ്ണും പിള്ള സ്വൈര്യം തരണ്ടേ? ലാസ്റ്റ് പെണ്ണുങ്ങളൊക്കെ കൂടി പുറത്തിരുന്നപ്പോഴത്തേക്ക് ഞാൻ ചാടി കയറി കയറൊക്കെ എടുത്ത് പാലില് കെട്ടി തൂക്കിട്ട് ഇങ്ങനെ. ഞാൻ വിചാരിച്ചേ നിങ്ങൾ പേടിച്ച് പൊക്കോളൂന്ന് വിചാരിച്ച്. സംഗതി തൂങ്ങി. ഇവര് പറയാ അത് അയാളുടെ അടവാന്നും പറഞ്ഞിരുന്നു. ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. ഞാൻ ഈ പണ്ടാരത്തിനായിട്ട് തല്ലി പിടിച്ചിട്ട് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി വണ്ടി എടുത്തോണ്ട് പോയതാണ് പാറിലോട്ട്. അപ്പോഴേക്കും ഒരു പണ്ടാര ലോറി വന്നിടിച്ച് ഞാനും ചത്തുപോയി. ഞാൻ വന്നിരിക്കും. നീ എങ്ങനെയാണ് ചത്തത്? താൻ എനിക്ക് സമാധാനം തരാഞ്ഞോണ്ട് ഞാൻ ചത്തു.
ഞാൻ ചത്ത രക്ഷയാണ് നീ ആ ആ എനിക്ക് സമാധാനം തരണ്ടല്ലേ താൻ ചത്തത്. ചത്ത് പണ്ടാരോ ഞാൻ വിഷം കഴിച്ചു. മക്കളും നാട്ടുകാരും സമാധാനം തന്നില്ല. ഞാൻ കാരണമായി താമ്പോ ആക്സിഡന്റ് വലിച്ചെന്നും പറഞ്ഞു. അപ്പൊ ഇയാള് ഇൻഷുറൻസ് കിട്ടത്തില്ല. എമൗണ്ട് പൈസ അല്ലല്ല വലുത്, സമാധാനമല്ലേ മനുഷ്യന് വലുത്. ആ അത് തന്നില്ല പിന്നെ എന്തെടുക്കും. ഞാൻ വിഷം കഴിച്ചു. സമയം പോണ് ഞാൻ പോണേണ്. ഞാൻ എന്റെ കുഴിയിലോട്ട് പോണേ. അയ്യോ ആ കാലത്ത് ഈ പെണ്ണുമ്പിള്ള നമുക്ക് പോകാം. നീ പോകുന്ന കുഴി പോയി കിടക്കും. എത്രയും പെട്ടെന്ന് എല്ലാവരും കുഴിയിലോട്ട് വന്നോളാം. എനിക്ക് സെൻസസ് എടുക്കാനുള്ളതാണ് കേട്ടാ. എല്ലാരും വന്നോളാം കേട്ടാ. എനിക്ക് കുഴിയിലേക്ക് പോകാൻ സമയമായി. ഞാൻ പോണു. അടുത്ത ഡേഞ്ചർ പോവാ കേട്ടോ. ഞാനും പോണു.